നമ്മുടെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച ആ സംഭവം. അതിക്രൂരമായ സംഭവം. അപ്പോൾ അതിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പനമര സ്വദേശികളായ നബീൽ കുമാർ TP ഒപ്പം വിഷ്ണു K എന്നിവർക്കായുള്ള ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. കേസിൽ 2 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നതാണ്. രതീഷ് വാസുദേവനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ നൽകാൻ. രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ അതിക്രൂരമായ സംഭവം, നമ്മുടെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം, ഇതൊക്കെ കേരളത്തിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഈ വയനാട്ടിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ചത്. ക്രൂരന്മാരായ 2 പേരെ പോലീസ് പിടികൂടിയിരുന്നു. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ്? ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സമാനമല്ലാത്ത ഒരു ആക്രമണമാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അത് സംബന്ധിച്ച് അതിനുശേഷം പ്രതികൾക്ക് വേണ്ടി പോലീസ് കാര്യക്ഷമമായ അന്വേഷണമാണ് നടത്തിയത്. 2 പ്രതികളെ കഴിഞ്ഞ ദിവസം പോലീസിന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അതായത് ഹർഷിദ്, അഭിരാം എന്നിവരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം മൈസൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നതിനിടയിൽ ബസ്സിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ ഒപ്പമുള്ള 2 പേർ പനമര സ്വദേശികളായ നബി, വിഷ്ണു എന്നിവർക്കാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കിയിട്ടുള്ളത്. ഈ നബി, അഭിരാമിനെയും ഹർഷിദിനെയും വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനം വിട്ട് പ്രതികൾ പോയിട്ടില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, പ്രതികൾ ലഹരി മരുന്ന് ആ സമയത്ത് ഉപയോഗിച്ചിരുന്നോ, ലഹരി കടത്ത് സംഘവുമായി ഇവർക്ക് ബന്ധമുണ്ടോ, അത് ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഏതായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇവർക്ക് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെ കരുതാം രതീഷ്. എത്രയും വേഗം ആ പ്രതികളിലേക്ക് കൂടി പോലീസ് എത്തട്ടെ. കാരണം അത്രമേൽ നമ്മളെയൊക്കെ ഞെട്ടിച്ച അത്രമേൽ അതിരുകടന്ന ക്രൂരതയായിരുന്നു സംഭവിച്ചത്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത്. ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് മലയാളികൾക്ക് മനുഷ്യത്വം നഷ്ടപ്പെടുന്നത് എന്നാണ്. ഒരു മനുഷ്യനെയൊക്കെ കാറിൽ വലിച്ചിഴയ്ക്കുക എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ വിളി കേട്ടിട്ട്, ശബ്ദം കേട്ടിട്ടൊന്നും കാറ് നിർത്താതെ ഇങ്ങനെ പോകണമെങ്കിൽ എത്രത്തോളം കല്ലായിരിക്കും, എത്രത്തോളം ക്രൂരമായിരിക്കും ഇവരുടെയൊക്കെ മനസ്സെന്നുള്ളതാണ്. ശരി രതീഷ്.